ചാരവൃത്തി ധോക്ക. ജ്യോതി മൽഹോത്രയും ഹണി ട്രാപ്പിന്റെയും ചരിത്രം ആരെയും അതിശയിപ്പിക്കും. ഹണി ട്രാപ്പുകൾ വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു ചാരവൃത്തിയാണ്. ഇത് യഥാർത്ഥമാണോ? പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയെക്കുറിച്ച് ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ ഇപ്പോൾ കുപ്രസിദ്ധയായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയോട് ചോദിക്കേണ്ട ചോദ്യം. ഒരു പാകിസ്ഥാൻ ഉദ്യോഗസ്ഥൻ ഹണി ട്രാപ്പിൽ കുടുക്കിയതിനു ശേഷം ജ്യോതി മാതൃരാജ്യത്തെ സംബന്ധിച്ച തന്ത്രപ്രധാന വിവരങ്ങൾ ഇസ്ലാമാബാദിന് ചോർത്തിക്കൊടുത്തു. ഈ ശൃംഖലയിൽ ജ്യോതി ഒറ്റയ്ക്കല്ല എന്നത് അതിശയിപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതുമാണ്. ജ്യോതി മൽഹോത്രയുടെ ചാരവൃത്തി കേസ് ദിനം പ്രതി ചുരുളഴിയുന്നു. ട്രാവൽ വിത്ത് ജോ എന്ന ചാനൽ നടത്തിയിരുന്ന യൂട്യൂബർ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥന്റെ ഹണി ട്രാപ്പിൽ കുടുങ്ങി ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ ഏർപ്പെടുത്തിയ ബ്ലാക്ക് ഔട്ടുകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ സെൻസിറ്റീവ് വിവരങ്ങൾ എങ്ങനെ പങ്കിട്ടു എന്നതിനെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തുവരികയാണ്. നയതന്ത്രജ്ഞർ, സൈനിക ഉദ്യോഗസ്ഥർ, ശാസ്ത്രജ്ഞർ എന്നിവരുൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ലോകമെമ്പാടുമുള്ള ചാര ഏജൻസികളുടെ ഹണി ട്രാപ്പുകൾക്ക് ഇരയായ മുൻകാല സംഭവങ്ങളുടെ ഒരു ഭയാനകമായ ഓർമ്മപ്പെടുത്തലായിരുന്നു ജ്യോതിയുടെ കേസ്. ഉദാഹരണത്തിന് മാധുരി ഗുപ്തയുടെയും അതുപോലെ സതേന്ദ്ര സിവാളിന്റെയും കുപ്രസിദ്ധമായ കേസുകളുണ്ട്. ഹണി ട്രാപ്പുകളുടെ ഈ ചില സംഭവങ്ങളും അവർ എങ്ങനെയാണ് സെൻസിറ്റീവ് വിവരങ്ങൾ ചോർത്തിയതെന്നും ഒന്ന് പരിശോധിക്കാം. ഇന്ത്യക്കാരെ ഹണി ട്രാപ്പിൽ കുടുക്കുന്നതിന്റെ ഉദാഹരണങ്ങളിലേക്ക് ആഴത്തിൽ കടക്കുന്നതിന് മുൻപ് ഈ ഒരു ആശയം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഒരു വ്യക്തി പ്രണയപരമോ ലൈംഗികവുമായ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒരു ലക്ഷ്യത്തിനായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനോ നിർബന്ധിക്കാനോ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ ഉപയോഗിക്കുന്ന ഒരു തരം ചാരവൃത്തിയാണ് ഹണി ട്രാപ്പിംഗ്. ഒരു വ്യക്തിയെ ഹണി ട്രാപ്പിൽ പെടുത്തുമ്പോൾ അത് ചെയ്യുന്നയാളെ ഹണി പോട്ട് എന്ന് വിളിക്കുന്നു. അവർ ലക്ഷ്യവുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയും വിശ്വാസം സ്ഥാപിച്ചു കഴിഞ്ഞാൽ മാനിപ്പുലേഷൻ, നിർബന്ധം പിടിച്ചോ അല്ലെങ്കിൽ ബലപ്രയോഗം എന്നിവയിലൂടെ ലക്ഷ്യങ്ങൾ നേടുന്നു. ജ്യോതി മൽഹോത്രയ്ക്ക് മുമ്പ് പാകിസ്ഥാന്റെ കുപ്രസിദ്ധമായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ISI താൽപര്യങ്ങൾ രഹസ്യമായി സേവിച്ച ഒരു മിഡ് ലെവൽ ഡിപ്ലോമാറ്റായ മാധുരി ഗുപ്തയെക്കുറിച്ചുള്ള കുപ്രസിദ്ധമായ ഒരു കേസുണ്ടായിരുന്നു. 2010 വിവരങ്ങൾ ചോർത്തി നൽകിയതിന് അവർ അറസ്റ്റിലായി. ഇസ്ലാമാബാദിലെ ഗ്രേഡ് ബി ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥയും പ്രസ് ആൻഡ് ഇൻഫർമേഷൻ സെക്കൻഡ് സെക്രട്ടറിയുമായ ഇവർ ഹണി ട്രാപ്പിൽ കുടുങ്ങിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഒരു യുവാവിനെ വെച്ച് കരുക്കൾ നീക്കിയാണ് മാധുരിയെ കുടുക്കിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ പങ്കജ് സൂദ് വ്യക്തമാക്കി. ജംഷദ് എന്ന ജിം എന്ന 30-കാരൻ ഒരു പാകിസ്ഥാൻ പ്രവർത്തകനായിരുന്നു. ഗുപ്തയെ വശീകരിക്കാനും തന്ത്രപ്രധാനമായ വിവരങ്ങൾ ശേഖരിക്കാനുമായിരുന്നു അയാളുടെ ചുമതല. ജംഷദും അയാളുടെ സഹായിയായ മുദാസർ റാസാറാണിയും ആദ്യം ഒരു വനിതാ പ്രവർത്തക വഴി ഗുപ്തയെ ബന്ധപ്പെട്ടുവെന്നും ഭീകര സംഘടനയായ ജയ്ഷദ് മുഹമ്മദിന്റെ തലവൻ മൗലാന മസൂദ് അസറിന്റെ അപൂർവ പുസ്തകം കണ്ടെത്താൻ സഹായിച്ചുകൊണ്ട് അവരുടെ വിശ്വാസം നേടിയെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. ജിമ്മിനോട് അവർക്ക് അതിയായ പ്രണയം തോന്നിയതിനാൽ ഇസ്ലാം മതം സ്വീകരിക്കാനും അദ്ദേഹത്തോടൊപ്പം ഇസ്താംബുളിലേക്ക് ഒരു യാത്ര പോകാനും അവൾ ആഗ്രഹിച്ചുവെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. ഒടുവിൽ അവളെ അറസ്റ്റ് ചെയ്യുകയും 2018 കോടതി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയും പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയതിന് ശിക്ഷിക്കുകയും ചെയ്തു. രാജസ്ഥാനിലെ ഭിവാഡിയിൽ വിചാരണ കാത്തിരുന്ന അവർ 2021 ഒക്ടോബറിൽ 64 വയസ്സുള്ളപ്പോൾ മരിച്ചു. ഇനി സതേന്ദ്ര സിവാൾ. ഇയാൾ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയെന്ന് കണ്ടെത്തിയത് എങ്ങനെ? കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ മോസ്കോയിലെ ഇന്ത്യൻ എംബസി ജീവനക്കാരനായ സതേന്ദ്ര സിവാൾ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് വേണ്ടി ചാരപ്പണി നടത്തിയെന്ന് ആരോപിച്ച് ഉത്തർപ്രദേശ് ആന്റി ടെററിസം സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. സ്ക്വാഡ് പറയുന്നതനുസരിച്ച് എംബസിയിൽ സുരക്ഷാ സഹായിയായി ജോലി ചെയ്തിരുന്ന സിവാൾ യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യോമസേനയുടെയും നാവികസേനയുടെയും ആയുധ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട രഹസ്യരേഖകൾ പങ്കിട്ടു എന്നാണ്. എന്നാൽ എന്താണ് ഇങ്ങനെ ചെയ്യാൻ സതേന്ദ്രയെ പ്രേരിപ്പിച്ചത്? സോഷ്യൽ മീഡിയയിൽ പൂജ മേറ എന്ന വ്യാജ ഐഡന്റിറ്റിയിൽ ഒരു സ്ത്രീ സിവാളിനെ സമീപിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. സാമ്പത്തിക നേട്ടത്തിനായി രഹസ്യരേഖകൾ ചോർത്താൻ അവർ സിവാളിനെ പ്രേരിപ്പിച്ചു. കുറ്റസമ്മതം നടത്തിയതിനെ തുടർന്ന് 1923 ഗവൺമെന്റ് സീക്രട്സ് ആക്ട് ഉൾപ്പെടെ നിരവധി വകുപ്പുകൾ പ്രകാരം സിവാളിനെതിരെ കുറ്റം ചുമത്തി. ഇനി ഒരു ഉത്തർപ്രദേശുകാരനെ നേഹ വശീകരിച്ചപ്പോൾ ഉണ്ടായ സംഭവമാണ്. ഈ വർഷം ആദ്യം ഫിറോസാബാദിലെ ആയുധ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന രവീന്ദ്രകുമാർ എന്നയാളെ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയെന്ന് സംശയിച്ച് ഉത്തർപ്രദേശിലെ ATS അറസ്റ്റ് ചെയ്തു. ഇയാൾ ഗംഗയാൻ ബഹിരാകാശ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങളും സൈനിക ലോജിസ്റ്റിക്സ് ഡെലിവറി ഡ്രോണിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള രഹസ്യ വിവരങ്ങൾ പങ്കിട്ടതായി ആരോപിക്കപ്പെടുന്നു. ഈ വിവരങ്ങൾ ചോർത്തിയത് ഒരു ഹണി ട്രാപ്പിന്റെ ഫലമാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. നേഹ ശർമ്മ എന്ന പേരിൽ ഒരു സ്ത്രീ കഴിഞ്ഞ വർഷം ഫേസ്ബുക്ക് വഴി അദ്ദേഹത്തെ ബന്ധപ്പെട്ടതായി അന്വേഷണത്തിൽ വ്യക്തമായി. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയിൽ ജോലി ചെയ്തിരുന്നതായി വെളിപ്പെടുത്തിയിട്ടും അവർക്ക് അയാളെ ഹണി ട്രാപ്പിൽ വീഴ്ത്താൻ സാധിച്ചു. ഇനി DRDOയിലെ പ്രദീപ് കുരുൾക്കറിനെ ഹണി ട്രാപ്പിൽ കുടുക്കിയത് എങ്ങനെ? 2023 മെയ് മാസത്തിൽ പാകിസ്ഥാൻ വനിതാ ഓപ്പറേറ്റീവിന് രഹസ്യ വിവരങ്ങൾ ചോർത്തിയതിന് മഹാരാഷ്ട്ര പോലീസ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ ശാസ്ത്രജ്ഞനായ പ്രദീപ് കുരുൾക്കറെ അറസ്റ്റ് ചെയ്തു. നഗ്ന ചിത്രങ്ങൾക്കും ലൈംഗിക ചുവയോടെയുള്ള ടെക്സ്റ്റിംഗിനും പകരമായി കുരുൾക്കർ തന്ത്രപ്രധാനമായ പ്രതിരോധ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കിട്ടതായി പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നു.
അഗ്നി മിസൈലുകൾ ഉൾപ്പെടെയുള്ള തന്ത്രപരമായി പ്രധാനപ്പെട്ട നിരവധി പ്രതിരോധ പദ്ധതികളിൽ അംഗമായിരുന്ന കുരുൾക്കർ 2022 ജൂൺ മുതൽ 2022 ഡിസംബർ വരെ സ്ത്രീ നിർദ്ദേശിച്ച 2 ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ഇമെയിൽ, ഇൻസ്റ്റഗ്രാം, വീഡിയോ കോളുകൾ എന്നിവ വഴി പാകിസ്ഥാൻ പ്രവർത്തകനുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇദ്ദേഹം ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. പുനെയിലെ ഏർവാഡ സെൻട്രൽ ജയിലിലാണ്. അടുത്തത് മുൻ ബ്രാമോസ് എഞ്ചിനീയർ നിഷാന്ത് അഗർവാളിന്റെ കേസാണ്. കഴിഞ്ഞ ജൂണിൽ മുൻ ബ്രാമോസ് എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് എഞ്ചിനീയർ നിഷാന്ത് അഗർവാളിനെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയതിന് ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. 2018 ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായതിനെ തുടർന്നായിരുന്നു ശിക്ഷ. അന്വേഷണത്തിൽ അദ്ദേഹം ഹണി ട്രാപ്പിൽ കുടുങ്ങിയതായി കണ്ടെത്തി. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജന്റുമാർ നടത്തുന്നതായി സംശയിക്കുന്ന നേഹ ശർമ്മ, പൂജ രഞ്ജൻ എന്നീ പേരുകളുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കണ്ടെത്തി. അവർ അഗർവാളുമായി ബന്ധപ്പെട്ടിരുന്നു. റോയിലെ KV ഉണ്ണികൃഷ്ണന്റെ കേസാണ് അടുത്തത്. ശാസ്ത്രജ്ഞരും നയതന്ത്രജ്ഞരും മാത്രമല്ല ഹണി ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുന്നത്. സൈനിക ഉദ്യോഗസ്ഥരും ചാരന്മാർ പോലും ഇതിൽ വീണിട്ടുണ്ട്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് റോ ഉദ്യോഗസ്ഥനായ KV ഉണ്ണികൃഷ്ണന്റെ കേസ് പോലെ പ്രശസ്തമായ മറ്റൊരു കേസില്ല എന്ന് പറയാം. ചെന്നൈയിലെ റോ മിഷന്റെ ചുമതലയുള്ള 47 വയസ്സുള്ള ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലിനെ 1980കളിൽ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയിൽ നിന്നാണെന്ന് സംശയിക്കപ്പെടുന്ന ഒരു സ്ത്രീ ഹണി ട്രാപ്പിൽ കുടുക്കി. അമേരിക്കൻ എയർലൈൻസ് ആയ പാനം എയർലൈൻസിന്റെ സ്റ്റ്യൂവർഡസ് ആണെന്ന് അവർ സ്വയം പരിചയപ്പെടുത്തിയിരുന്നു. ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴിലം ഉൾപ്പെടെയുള്ള തമിഴ് ഗ്രൂപ്പുകളെ റോ പരിശീലിപ്പിക്കുകയും ആയുധമാക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചും അതുപോലെ ശ്രീലങ്കയുമായുള്ള സമാധാന കരാറിൽ ഇന്ത്യൻ സർക്കാരിന്റെ ചർച്ചാ നിലപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി എയർ ഹോസ്റ്റസുമായുള്ള ഉണ്ണികൃഷ്ണന്റെ ഒത്തുതീർപ്പ് ഫോട്ടോകൾ വെളിപ്പെടുത്തുമെന്ന് CIA ഭീഷണിപ്പെടുത്തി. പിന്നീട് ഉണ്ണികൃഷ്ണൻ രാജ്യദ്രോഹ കുറ്റം സമ്മതിച്ചു. 1 വർഷത്തേക്ക് തീഹാർ ജയിലിൽ പ്രതിരോധ തടങ്കലിൽ കഴിയുകയും ശേഷം സർവീസിൽ നിന്ന് ഇയാളെ പിരിച്ചുവിടുകയും ചെയ്തു. ചതിക്കുഴികൾ പലതരമുണ്ട് ചരിത്രത്തിലും വർത്തമാനകാലത്തും നേർക്കുനേർ പോരിന് ഭയമുള്ളവരുടെ ആയുധമാണ് ഹണി ട്രാപ്പുകളും വളഞ്ഞ വഴികളും. പെറ്റമ്മയെ പോലെ തന്നെയാണ് ജന്മനാട്. ഞരമ്പുകളിൽ ചോര തിളച്ചില്ലെങ്കിലും നാടിനെ ഒറ്റുന്നത് അമ്മയെ ഒറ്റുന്നതിന് തുല്യമാണ്.